തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകം ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. പുൽക്കൂട് ഒരുക്കിയും ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയും ക്രിസ്മസിനെ വരവേൽക്കാൻ നാട് ഒരുങ്ങിക്കഴിഞ്ഞു. തൃശൂർ ലൂർദ് പള്ളിയിൽ നിന്ന് റാഫി കരീമും കോട്ടയം കുടമാളൂർ സെൻറ് മേരീസ് ചർച്ചിൽ നിന്ന് ടോബി ജോൺസണും തത്സമയം ചേരുകയാണ്. ആദ്യം ടോബിയിലേക്ക്. ടോബി, കുടമാളൂർ സെൻറ് മേരീസ് ചർച്ചിൽ ഒരുക്കങ്ങളൊക്കെ ആയി കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെ? SKN തീർച്ചയായിട്ടും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിനു മുൻപുള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടി ദേവാലയത്തിലേക്ക് എത്തിയ ആളുകളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇത്തവണയും വലിയ ആഘോഷം തന്നെയാണ് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഈ കുടമാളൂർ പള്ളിയിൽ ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ആ ദൃശ്യങ്ങളിലോട്ടൊന്ന് പോകാം. നിരവധി പുൽക്കൂടുകൾ, ഇന്നലെ ഇവിടെ ഒരു പുൽക്കൂട് മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഇടവകാംഗങ്ങൾ ഓരോ ഇടവകയിൽ നിന്നുള്ള ആളുകൾ ഒരുക്കിയ പുൽക്കൂടുകളാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അത്. അതിങ്ങനെ പള്ളിയുടെ മുറ്റത്ത് തന്നെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഓരോ ഇടവകളും ഒരുക്കിയ പുൽക്കൂടുകളാണ്. അതുപോലെ തന്നെ ഒരു വലിയ ഒരു നക്ഷത്രം ഇവിടെ ഈ പള്ളിയുടെ മുന്നിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ക്രിസ്മസിന്റെ എല്ലാ ആഘോഷങ്ങളിലേക്കും കടന്നിരിക്കുകയാണ്. എന്നോടൊപ്പം വികാരിയച്ഛൻ ജോർജ് അച്ഛൻ തന്നെ തീരുന്നുണ്ട്. അച്ഛാ, എങ്ങനെയാണ് ഇത്തവണത്തെ ഒരുക്കങ്ങൾ? എന്താണ് ക്രിസ്മസ് സന്ദേശം ഇത്തവണത്തെ? 24 ചാനലിൻ്റെ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായർക്കും അദ്ദേഹത്തിൻ്റെ ടീമിനും അതോടൊപ്പം തന്നെ വ്യൂവേഴ്സ് എല്ലാവർക്കും കുടമാളൂർ സെൻറ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ നിന്ന് ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാ വർഷവും പതിവുള്ളതുപോലെ ഈ ദേവാലയത്തിൽ ഈ കഴിഞ്ഞ 25 ദിവസങ്ങളായിട്ട് നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് ആത്മീയമായിട്ട് ജനങ്ങളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അവസാന ദിവസങ്ങളിൽ കൂടുതൽ ബാഹ്യമായിട്ടുള്ള ആഘോഷങ്ങളിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. ഇന്നലെ കുട്ടികളുടെയും മറ്റു മുതിർന്നവരുടെയും എല്ലാം ക്രിസ്മസ് കരോൾ ഗാനങ്ങളും മറ്റ് കലാപരിപാടികൾ, ലിറ്റിൽ ഏഞ്ചൽസ്, അതുപോലെ തന്നെ ലിറ്റിൽ പപ്പ മത്സരം, ഇങ്ങനെയുള്ള എല്ലാവരുടെയും വൈകിട്ട് ഒരു 10 മണിയോട് കൂടിയാണ് എല്ലാവരും പിരിഞ്ഞു പോയത്. അത്രമാത്രം നല്ല ഉത്സാഹത്തിമിർപ്പിലാണ് ഈ കുടമാളൂർ മേജർ ആർക്കി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇന്ന് അതിന്റെ സമാപനമാണ്. എല്ലാ അച്ഛനവിടെ പോകുന്ന ഒപ്പം തന്നെ ഇവിടെ ഇടവക അംഗങ്ങളും കൂടിയുണ്ട്. അവരെല്ലാവരും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മച്ചിമാരുണ്ട്. എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞോ അമ്മേ? എല്ലാം കഴിഞ്ഞു. എങ്ങനെയാണ് ഇത്തവണത്തെ ക്രിസ്മസ്? എങ്ങനെയാണ്? വളരെ മനോഹരമായിരുന്നു. ആണല്ലേ? എങ്ങനെയാണ്? എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു അല്ലേ? അതാണ് ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ എല്ലാവരും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ദിവസം മാത്രമാണ്. അച്ഛൻ പറഞ്ഞ പോലെ 25 ദിവസം നീണ്ട ആ ഒരു കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ ക്രിസ്മസിനെ വരവേൽക്കാൻ ഈ കുടമാളൂർ പള്ളിയും അവിടുത്തെ ഇടവകാംഗങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. സമാനമായ രീതിയിലാണ് മറ്റു സ്ഥലങ്ങളിലും. ടോബി ജോൺസൺ. ഇപ്പോൾ ഇനി തൃശ്ശൂരിലേക്ക് ലൂർദ് പള്ളിയിൽ നിന്ന് റാഫി കരീം കൂടി നമുക്കൊപ്പം ചേരുന്നു. മെറി ക്രിസ്മസ് റാഫി കരീം, പറയൂ വിവരങ്ങൾ. മെരി ക്രിസ്മസ് SKN. തൃശ്ശൂരിൽ ക്രിസ്മസ് ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. ക്രിസ്മസ് ആവേശത്തിലേക്ക്, അതിൻ്റെ ആഘോഷങ്ങളിലേക്ക് തൃശ്ശൂരിലെ ജനങ്ങൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ലൂർദ് മാതാ പള്ളിയിൽ ഇവിടെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോൾ രാവിലെ ഒരു പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനകൾക്ക് ശേഷം ആളുകൾ മടങ്ങുകയാണ്. ഇന്ന് രാത്രി 10 മണിയോടുകൂടി ഈ ലൂർദ് മാതാ പള്ളിയിലെ പ്രത്യേക ക്രിസ്മസ് പ്രാർത്ഥനകൾ ആരംഭിക്കും. 11 മണിക്കാണ് പാതിരാ കുർബാന അടക്കം ആരംഭിക്കുക. അതിന് ആൻഡ്രൂസ് താഴത്ത് നേതൃത്വം വഹിക്കും. ആ നിലയിലുള്ളതാണ് തൃശ്ശൂരിലെ ഒരുക്കങ്ങളുള്ളത്. ഒപ്പം തന്നെ ഈ പുൽക്കൂട് മത്സരങ്ങളും ഒപ്പം തന്നെ കരോൾ മത്സരങ്ങളും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഉണ്ടായിരുന്നു. മറ്റിടങ്ങളിലും അത്തരത്തിലുള്ള രാത്രികാല പ്രത്യേക പ്രാർത്ഥനകൾ, ക്രിസ്മസിൻ്റെ പ്രത്യേക ആഘോഷങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിൽ അതിൻ്റെ ഒരുക്കങ്ങളിൽ എത്തി നിൽക്കുന്നു. അതിൻ്റെ ആഘോഷങ്ങളിലേക്ക് ക്രൈസ്തവ സമൂഹം പൂർണ്ണമായും കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു വലിയ ഒരു നക്ഷത്രവും ഒപ്പം തന്നെ ഒരു ക്രിസ്മസ് ട്രീയും, ഏകദേശം ഒരു 50 അടിക്ക് മുകളിൽ ഉയരമുള്ള ഒരു ക്രിസ്മസ് ട്രീ തന്നെ ഈ പള്ളിമുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രത്യേകം പുൽക്കൂടുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലേക്ക് രാത്രിയോടുകൂടിയായിരിക്കും കടക്കുക. രാവിലെ വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും അതിൻ്റെ ചടങ്ങുകളും ഉണ്ടാകും. നാളെ പൂർണ്ണതോതിലേക്ക് ക്രൈസ്തവ സമൂഹം ഒപ്പം തന്നെ എല്ലാ മലയാളികളും, ലോകത്തെ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്ന രീതിയിലേക്കാണ് ഈ നിലയിലാണ് ഒരുക്കങ്ങളുള്ളത്. SKN. താങ്ക് യു റാഫി കരീം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.